ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാനൊരു സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാം. യൂട്യൂബ് ഓപ്പൺ ആയ ശേഷം നമ്മൾ ഈ താഴത്തെ പ്ലസിൻ്റെ ചിഹ്നം കാണുന്നില്ലേ, അതിലേക്ക് തൊടാം. അപ്പോൾ നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഏത് ഫോട്ടോയാണോ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ തൊടാം. ശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ തമ്പനെയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യാം. ഇതിൽ പെൻസിലിൻ്റെ ഒരു ചിഹ്നം കാണുന്നില്ലേ, അതിലേക്ക് തൊടാം. അപ്പോൾ നേരെ വീണ്ടും നമ്മൾ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ തമ്പനെയിൽ സെറ്റ് വെച്ചത് സെലക്ട് ചെയ്യാം. ശേഷം ഡൺ എന്നുള്ളതിൽ തൊടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തമ്പനെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് എ ടൈറ്റിൽ എന്ന് എഴുതിയിട്ടില്ലേ, അതിലേക്ക് തൊടാം. നമ്മളിപ്പോൾ ഇതിൽ ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ്. അപ്പോൾ നമ്മളിതിൽ അതുപോലെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ എന്നുള്ളത് ടൈറ്റിൽ കൊടുക്കാം. ശേഷം നമുക്കിതിൽ 1-2 ഹാഷ്ടാഗ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വ്ളോഗ്സ് അങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്കിത് വീഡിയോ എന്നുള്ളതും കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഒരുപാട് ഇതിൽ ടൈറ്റിലിൽ ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പോകാം. അപ്പോൾ നമ്മളിത് എന്താണോ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്താണെന്നോ കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം നമുക്ക് കുറച്ച് ഇതിൽ ഹാഷ്ടാഗുകൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ എന്നുള്ളത് കൊടുക്കാം. നമ്മൾ അതാണല്ലോ. അപ്പോൾ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ, പിന്നെ ഹാഷ്ടാഗ് ഇട്ടിട്ട് വീഡിയോ എന്ന് കൊടുക്കാം. നമ്മളിതിൽ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഹാഷ്ടാഗായിട്ട് കൊടുക്കാം കേട്ടോ. വൈറൽ വീഡിയോ, വ്ളോഗ്സ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹാഷ് ഇട്ടിട്ട് ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ കുറച്ച് നമ്മൾ എന്തൊക്കെയാണോ അതെല്ലാം കൊടുക്കാം കേട്ടോ. ശേഷം നേരെ ബാക്ക് വന്നിട്ട് നമുക്ക് വിസിബിലിറ്റി കേട്ടോ, ഞാനിതിൽ പബ്ലിക് ആക്കുന്നുണ്ട്. പബ്ലിക് ആക്കിയ ശേഷം ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ടൈമാണോ വെച്ച് കൊടുക്കുന്നത് ആ ടൈം സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഏത് ടൈമാണോ വേണ്ടത് ആ ടൈമും ആക്കിയ ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. പിന്നെ ബാക്ക് വന്ന ശേഷം നമ്മൾ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിവിടെ ലൊക്കേഷൻ കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ആഡ് പ്ലേലിസ്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഓപ്ഷനും കൊടുക്കാം കേട്ടോ. പിന്നെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ് ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഡോണ്ട് അലോ റിമിക്സിങ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ആഡ് എ പെയ്ഡ് പ്രൊമോഷണൽ ലേബൽ, എന്തെങ്കിലും നമ്മൾ പെയ്ഡ് പ്രൊമോഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കാം. പിന്നെ അൾട്ടറഡ് കണ്ടൻറ് ഉണ്ടോ എന്നുള്ളത്, അപ്പോൾ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. പിന്നെ കമൻറ്റ് നമുക്ക് ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇവിടെ കമൻറ്റ് ഓണാണ്. ശേഷം നമ്മൾ ഇവിടെ മേലെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, അതിലേക്ക് തൊടാം. അപ്പോൾ ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട ചാനലാണോ, കുട്ടികൾക്ക് കാണേണ്ടതാണോ അങ്ങനെ ചോദിക്കണം. അപ്പോൾ നമ്മളെല്ലാം നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ളതിൽ തൊടാം. ശേഷം അപ്ലോഡ് വീഡിയോ എന്നുള്ളത് കാണില്ലേ താഴെ, അതിലേക്ക് തൊടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. ശേഷം നമുക്കിനി YT സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ഇത് അപ്ലോഡായ ശേഷം നമുക്ക് YT സ്റ്റുഡിയോയിലാണ് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് അപ്ലോഡ് ആവട്ടെ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച ശേഷം നമുക്ക് നേരെ YT സ്റ്റുഡിയോയിലോട്ട് പോകാം. സ്റ്റുഡിയോയിൽ നമ്മൾ കണ്ടൻറ് എന്നുള്ളതിൽ തൊടാം.
അതിൽ നമ്മളുടെ ആ വീഡിയോ അപ്ലോഡായ വീഡിയോ തൊടാം. ശേഷം മുകളിലൊരു പെൻസിലിൻ്റെ ചിഹ്നമില്ലേ, അതിൽ തൊട്ട ശേഷം അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചിഹ്നമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇതിൽ ബാക്കി കൊടുക്കാനുള്ളത് ടാഗ്, ഷോർട്സ്, റിമിക്സിങ്, കാറ്റഗറി എന്നുള്ള ആ ഓപ്ഷൻ ഇല്ലേ, അതിലേക്ക് തൊടാം. അതിലേക്ക് തൊട്ട ശേഷം നമ്മൾ ആഡ് ടാഗ്സ് എന്നുള്ള ഓപ്ഷനിൽ തൊടാം. എന്നിട്ട് നമുക്ക് ടാഗുകൾ കൊടുക്കാം. നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണോ ടാഗുകൾ വേണ്ടത് അതൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഷ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ടാഗുകൾ ഇടുമ്പോൾ. പിന്നെ വീഡിയോ അങ്ങനെ അടിച്ച് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വീഡിയോ, പിന്നെ നമ്മുടെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ, വൈറൽ വീഡിയോ, പിന്നെ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്ര ടാഗുകൾ കൊടുക്കാം കേട്ടോ. ശേഷം കമൻറ്റ് ഓൺ ആണോ നോക്കുക. കമൻറ്റ് നമ്മുടെ ഇവിടെ ഓണാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെട്ട ഏത് കാറ്റഗറിയാണ്. എൻ്റെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ ആണല്ലോ, അപ്പോൾ അതൊരു ബ്ലോഗ് പോലെ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ളതാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് കാറ്റഗറി. പിന്നെ അലോ എംബിഡിങ് എന്നുള്ളത് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ആർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ വാട്സപ്പിലൂടെയാണ് കൊടുക്കണമെങ്കിൽ അത് വാട്സപ്പിലൂടെ തന്നെ കാണും. അപ്പോൾ അത് അങ്ങനെ കാണേണ്ട, ഡയറക്റ്റ് നമുക്കിതിൽ യൂട്യൂബിലൂടെയാണല്ലോ അവർ നമ്മുടെ വീഡിയോ കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അലോ എംബിഡിങ് എന്നുള്ളത് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും ചെയ്ത ശേഷം നമുക്ക് ഇതിൽ സേവ് എന്നുള്ളതിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബായ്.